ഷെഫിനെ ഏറ്റവും വലിയൊരു ഫാഷൻ ഐക്കണായിട്ട് ഫോളോ ചെയ്യുന്നത് ആരെയായിരിക്കും? ഞാൻ ഇത്ര ഉള്ള പോകുന്നതിൽ എനിക്ക് ഒരു ഫാഷൻ ആയിക്കോണമെന്ന് എന്റെ വീട്ടിലുള്ള ആളാണ്. ആക്ച്വലി എനിക്ക് അറിയാം ഇത് തന്നെയായിരിക്കും ഞങ്ങൾ എല്ലാവരും പ്രതീക്ഷിക്കുന്ന ആൻസർ. ഇന്നലെ വരെ എനിക്ക് ദുബായിൽ എന്തോ ഒരു ഇവന്റ് പോയപ്പോൾ ഞാൻ ആ ഔട്ട്ഫിറ്റ് നോക്കിയിരിക്കുന്നത് ഞാൻ കണ്ടു. എന്ത് വേണ്ടും അല്ലെങ്കിൽ എന്ത് ടൈമിലാണ് കണ്ട് സെറ്റ് ചെയ്യാൻ പോകുന്നത് നമുക്ക് പറയാം. ഞാൻ ആക്ച്വലി ആ പോസ്റ്റ് കണ്ടപ്പോ ഷാനി അതിന്റെ താഴെ എഴുതുന്നു, ഈ മനുഷ്യൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പൊ അത് തന്നെയാണ് ശരിക്കും ഞാൻ ആഗ്രഹിച്ച ഉത്തരവും അത് തന്നെയായിരുന്നു. താങ്ക് യു സോ മച്ച്. എനിക്ക് ഈ മൊമെന്റ് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. വെൽക്കം കോട്ടയത്തിന്റെ മണ്ണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എന്റെ പഴയ കോളേജാണ് CMS, അജിപ്പാന്റെ സ്വന്തം CMS. ഞാൻ അതുകൊണ്ടാണ് ഒരിക്കൽ കൂടി കോട്ടയത്തിന്റെ മണ്ണിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞത്. പ്രത്യേകിച്ച് നല്ല നൊസ്റ്റാൾജിക് ഫീൽ ഉള്ള ഒരു സ്ഥലം കൂടിയായിരിക്കും ഇത്. എസ്പെഷ്യലി CMS കോളേജ് ഗ്രൗണ്ട്, നമ്മളുടെ CIA. എങ്ങനെയുണ്ടാവും ആ ഒരു എക്സ്പീരിയൻസ്? ഒരു ചെറിയൊരു നഷ്ടം അടിച്ചോ? എനിക്ക് ഏറ്റവും നല്ല ഓർമ്മകളൊന്നാണ് CI ഇവിടെ ഷൂട്ട് ചെയ്തത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാമ്പസ് CMS ആണ്. ഇത്ര ഭംഗിയുള്ള ക്യാമ്പസ് കിട്ടി നിങ്ങളെല്ലാവരും ഭാഗ്യമാണ്. എനിക്ക് ഇവിടുത്തെ മരങ്ങളും ഈ ഗ്രൗണ്ടും എല്ലാം നമ്മൾ എല്ലായിടത്തും ഷൂട്ട് ചെയ്തു. ഇവിടെ ഫുട്ബോൾ കളിക്കുന്നതും മറ്റു ഹോളുകളിലേക്കും ചാപ്പിൽ വരെ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. സോ നല്ല ഓർമ്മകളാണ്. ഇൻഫാക്ട് കോട്ടയം, പാല, ഈ പ്രദേശം മൊത്തം എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള എനിക്കൊരു ഷൂട്ടായിരുന്നു, എസ്പെഷ്യലി CIയുടെ ഫസ്റ്റ് ആണ്. ആക്ച്വലി ഡിക്കും ഞങ്ങളിവിടെ ആദ്യം വന്നപ്പോൾ ഈ ഒരു ടീമുണ്ടല്ലോ, ഞങ്ങൾ എന്തൊക്കെ പറഞ്ഞിട്ടാണ് ഇറങ്ങുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ കുറെ നേരം ചോദിച്ചു, നിങ്ങൾ എന്താ ഇങ്ങനെ വെക്കുന്നത്? ഇല്ല, ഞാൻ എന്റെ എനർജി മൊത്തം സേവ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഞങ്ങളുടെ സ്വന്തം കുഞ്ഞിക്ക വരുമ്പോൾ ആ എനർജി കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. നമ്മുടെ ഈ സൈഡില് വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് കുറച്ച് പേര് ഇരിപ്പുണ്ട് കേട്ടോ. ഇവരുടെ കൂട്ട് അങ്ങനെ ഭയങ്കര ഒരു എനർജറ്റിക് ആയിട്ട് ഇരിക്കുന്നില്ലെങ്കിൽ കൂടിയും അത്രത്തോളം ഡിക്യുവിനെ ഒന്ന് നേരിൽ കാണണം. ഒന്നിവിടെ വരാമോ? നല്ല എനർജി ഉണ്ട്. ഇവർ കുറച്ചുകൂടെ വൈബ്രന്റ് എനർജി ആണെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് കാര്യം ചോദിച്ചോട്ടെ. കോട്ടയത്ത് തിരിച്ച് ഒന്നുകൂടി വന്നു, നല്ല നൊസ്റ്റു അടിച്ചു എന്ന് പറഞ്ഞു. ഇപ്രാവശ്യം വന്നിട്ടുള്ളത് സ്വയംവര സിൽക്സുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ സ്വയംവര സിൽക്സ് നമ്മൾ പ്രത്യേകിച്ചും ഈ ഒരു ആഡ് കാണുമ്പോൾ വാവ്, നമ്മളൊരു മൂവി കണ്ട പോലെയുള്ളൊരു ഫീലിലാണ് നിൽക്കുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു സ്വയംവര സിൽക്സ്? സ്വയംവരയുടെ ഓരോ ആഡ്സും നമ്മളൊരു ചെറിയ ഫിലിം ചെയ്യുന്ന അത്രയും തന്നെ രസകരവും അതിലൊരു കഥയും ടിപ്പിക്കലി ഒരു ഡാൻസ് കൊറിയോഗ്രാഫി ഒക്കെ ഉണ്ടാവും. ഞാൻ അവിടെ കുറച്ച് പേടിച്ച് വരണ്ടൊക്കെ വന്നിട്ട് എനിക്ക് ഡാൻസ് അത്ര ഇഷ്ടമല്ല. പക്ഷേ എങ്ങനെയെങ്കിലും അവർ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കും. ഇതുവരെ ചെയ്ത എല്ലാ ആഡ്സും ഭയങ്കര മെമ്മറബിൾ ആണ്. അത് പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ ഡാൻസ് ചെയ്തില്ലെന്ന് ഇതുവരെ തോന്നിയിട്ടില്ലല്ലോ. എന്റെ തലക്കകത്തുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് നമുക്ക് അങ്ങനെ ഉണ്ടോ? ഇല്ല, എന്നോടൊന്നും നീങ്ങി നിൽക്കുന്നു കാരണം കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മളുടെ കേരളത്തിന്റെ ഒരു ഫാഷൻ ഹബ് ആണ് ശരിക്കും കോട്ടയം എന്ന് തന്നെ പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് DQ ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു യൂത്ത് ഐക്കണാണ്, ഒരു ഫാഷൻ ഐക്കണാണ്. അപ്പോൾ അതിന്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുമോ? പ്രത്യേകിച്ചും സ്വയംവരമായിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് ഒബ്സർവ് ചെയ്യുന്നത് ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് ആണ്. ഇവരുള്ള എല്ലാവരും എന്നെക്കാളും ഫാഷനബിൾ ആണ്. എനിക്ക് തോന്നുന്നത് ഞാനിപ്പോൾ ഒത്തിരി പഴയ ട്രെൻഡായി. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങളെ കണ്ടു എനിക്ക് പുതിയ പുതിയ ഐഡിയാസ് കിട്ടാൻ. അല്ല, പക്ഷേ എനിക്ക് പൊതുവെ കേരളത്തിലെ പിള്ളേർ ഭയങ്കര സ്റ്റൈലിഷ് ആണ് തോന്നുന്നു. എസ്പെഷ്യലി ഞാൻ ആക്ച്വലി
ഈ അടുത്ത ചോദ്യം ശരിക്കും പറഞ്ഞാൽ ചോദിക്കേണ്ട ആവശ്യമില്ല, എങ്കിൽ കൂടി ഞങ്ങൾക്ക് ഒരു ഹരം കൊള്ളാൻ വേണ്ടി ചോദിക്കുകയാണ്. ഡിപിന്റെ ഏറ്റവും വലിയൊരു ഫാഷൻ ഐക്കണായിട്ട് ഫോളോ ചെയ്യുന്നത് ആരെയായിരിക്കും? ഞാൻ ഇത്ര ഉള്ളപ്പോൾ മുതൽ എനിക്ക് ഒരു ഫാഷൻ ആയിക്കോണമെന്ന് എല്ലാവരും വിചാരിക്കുന്നത് എന്റെ വീട്ടിലുള്ള ആളാണ്. ആക്ച്വലി എനിക്ക് അറിയാം ഇത് തന്നെയായിരിക്കും ഞങ്ങൾ എല്ലാവരും പ്രതീക്ഷിക്കുന്ന ആൻസർ. ഇന്നലെ വരെ എനിക്ക് ദുബായിൽ എന്തോ ഒരു ഇവന്റ് പോയപ്പോൾ ഞാൻ ആ ഔട്ട്ഫിറ്റ് നോക്കിയിരിക്കുന്നത് ഞാൻ കണ്ടു. എന്ത് അടുത്ത് ഇടും അല്ലെങ്കിൽ എന്ത് ട്രെൻഡായിരിക്കും അടുത്ത് സെറ്റ് ചെയ്യാൻ പോകുന്നത് നമുക്ക് പറയാം. ഞാൻ ആക്ച്വലി ആ പോസ്റ്റ് കണ്ടപ്പോ ഷാനി അതിന്റെ താഴെ എഴുതുന്നു, ഈ മനുഷ്യൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പൊ അത് തന്നെയാണ് ശരിക്കും ഞാൻ ആഗ്രഹിച്ച ഉത്തരവും അത് തന്നെയായിരുന്നു. താങ്ക് യു സോ മച്ച്. ഇപ്പൊ ഒരു കാര്യം കൊണ്ട് നമ്മൾ സ്വയംവരമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഇവിടെ നിൽക്കുന്നത് കൊണ്ട് ഞാൻ പറയാണ്, നമ്മളുടെ ഈ ജിംഗിൾസിലുള്ള റീല് നമ്മൾ ഇവരെ എല്ലാവരോടും റീൽസ് ഒക്കെ ചെയ്യാൻ താല്പര്യമുള്ളവരോട് റീൽസ് ഒക്കെ ചെയ്ത് അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്നവർക്ക് നല്ലൊരു അടിപ്പൻ സമ്മാനം ഉണ്ടാവും എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. റീൽ ചലഞ്ച്. അപ്പൊ അവരോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഈ ഡാൻസ് ചെയ്യാൻ പേടിയായിരുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് ചോദിക്കും. എന്ത് ചെയ്താലും എന്നെക്കാളും ബെറ്റർ ആയിരിക്കും, അതിൽ എനിക്ക് ഒരു ഡൗട്ടും ഇല്ല. നിങ്ങൾ പൊളിച്ച് ചെയ്യും. വിന്നേഴ്സ് എന്തായാലും തകർപ്പൻ ഗിഫ്റ്റ് ആയിരിക്കും. സ്വയംവരം ഒരിക്കലും ഭയങ്കര ഡിസപ്പോയിന്റ് ആയിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഇനി പ്രത്യേകിച്ച് നമ്മളോടൊപ്പം കുറച്ച് ചീഫ് ഗസ്റ്റ് കൂടി നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഔപചാരികമായിട്ടുള്ള ഒരു ഇനോഗ്രേഷൻ നടത്തിയതിനു ശേഷം എന്നിട്ട് നമുക്ക് അടുത്തത് ഒന്ന് കുറച്ച് നേരം കാണാം, ഒരു സെൽഫി ഒക്കെ വേണം കേട്ടോ. ഞാനൊരു സ്വാർത്ഥമായിട്ടൊരു കാര്യം ചോദിച്ചോട്ടെ. ഞാൻ ഇവിടെ കണ്ടിട്ട് ആക്ച്വലി ഈ സ്കേർട്ട് ഇട്ടുകൊണ്ട് എന്നെ മുട്ടിടിക്കുന്നത് കാണുന്നില്ലെന്നേ ഉള്ളൂ. എനിക്ക് വൺ ഓഫ് ഹ്യൂജ് ഫാൻ. എനിക്കൊരു ഹഗ് തരുമോ? താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടന ചടങ്ങിലേക്ക് കിടക്കാം. തീർച്ചയായിട്ടും നമ്മുടെ കോട്ടയംകാരായിട്ട് എല്ലാവരോടും ഒരു സെൽഫി ഉണ്ടായിരിക്കുന്നതായിരിക്കും.